മലയാളത്തിൽ സംസ്കൃതം എഴുതുന്ന അധ്യാപകർ, സംസ്കൃതം വായിച്ചാൽ മനസ്സിലാകാത്ത അധ്യാപകർ, പിന്നെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ? ഭാവിയുടെ കൊച്ചുമകളാണ് ഡോക്ടർ തങ്കമണി. മെറിറ്റ് അനുസരിച്ചല്ലാതെ ബയോടെക്നോളജി പ്രവേശനം നൽകില്ലെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തീയിട്ടു. SFIക്കാർ വെള്ളിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPM. പക്ഷേ CPM എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ക്യാൻസറാണ്. ആ പ്രൊഫസറെ ഡിസ്മിസ് ചെയ്തു. സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫസർ ഡിസ്മിസ് ചെയ്തത്. നിമിത്തം എന്താ? ഒരു SFIക്കാരന് പ്രവേശനം കൊടുത്തില്ല. നമസ്കാരം. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, സമരം എന്ന പേരിൽ ഈ വിദ്യാർത്ഥികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കാലടി സംസ്കൃത സർവകലാശാല താൽക്കാലിക VC സിസാത്ത് തോമസിൻ്റെ പ്രതീകാത്മക ശവമടക്ക് നടത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചത്. അതിനുശേഷം കേരള VC മോഹൻ കുന്നുമലിനെ പ്രതീകാത്മകമായി ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സമരമുറയും ഇവർ നടത്തി. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്തുകൊണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് അക്രമാസക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ RS ശശികുമാർ സാറാണ്. സാർ നമസ്കാരം. താങ്കൾ കേരള സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറാണ്. അപ്പോൾ ഒരുപാട് തലമുറകളിലെ വിദ്യാർത്ഥികളുമായി കാണാനും അവരുമായൊക്കെ സംവദിക്കാനും അവരുടെ സമര രീതികളൊക്കെ കണ്ടുവന്ന ഒരാളാണ് താങ്കൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ശ്രീമതി സിസാത്ത് തോമസിനെതിരെ നടത്തിയ ഒരു സമരം കണ്ടു. എന്താണ് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? SFI എന്ന് പറഞ്ഞ പ്രസ്ഥാനം 80-ക്ക് ശേഷം വളരെ ആക്റ്റീവായി സർവകലാശാല പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷേ ഇപ്പോഴേ അത് അക്രമികളുടെ ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ്. യുവാക്കളുടെ ഇടയിൽ അക്രമവാസന വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലഹരിയുടെ വ്യാപനം കൂടി വന്നതോടുകൂടി അക്രമം ലഹരിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായതുകൊണ്ട് SFI അവർക്കൊരു മറയാണ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ ലഹരിയോ അല്ലെങ്കിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അവരുടെ പാർട്ടി നേതൃത്വം അത് അംഗീകരിക്കുക. അത് വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ്സോ BJPയോ ഏത് ലീഗോ ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ യുവജന വിഭാഗത്തെ വിദ്യാർത്ഥി വിഭാഗം നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാനും വിദ്യാർത്ഥികളെ സർക്കാർ ഭരിക്കുകയാണെങ്കിൽ സർക്കാരിനെതിരെ അക്രമം നടത്താനും കല്ലെറിയുവാനും എന്ത് അക്രമ പ്രവർത്തനം കാണിക്കാനും ഉപയോഗിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളാണ്. ഇതാണ് SFIയുടെ ഒരു വിജയം. ഈ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് തന്നെ, വാസ്തവത്തിൽ പിണറായി ഗവൺമെൻറ് ആർഷോ ഉൾപ്പെടെയുള്ളവരെ വളർത്തിയെടുത്തുകൊണ്ട് വന്നപ്പോൾ ആ ഗവൺമെൻറ് നാശമാവുന്നതിനും നിമിത്തമായത് ഞാനിപ്പോഴും പറയും ആർഷോയാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തിൽ എല്ലാ ക്രമക്കേടുകളും കാണിക്കുന്നതിന് SFI കാണിച്ചതിന് മുഴുവനും അരുന്നത് അന്നത്തെ ഗവൺമെൻറ്റാണ്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അക്ഷരാർത്ഥത്തിൽ തകർത്തു എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞത് സിസാത്ത് തോമസിൻ്റെ കേസ്. സിസാത്ത് തോമസ് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് 2008 ആദ്യം കേരള സർവകലാശാല ആരംഭിച്ചത്. SFIയുടെ ഒരു വിദ്യാർത്ഥിക്ക് ബയോടെക്നോളജി MSCക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് അന്നത്തെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ബയോടെക്നോളജി വിഭാഗത്തിൻ്റെ തലവയായിരുന്ന ഡോക്ടർ V തങ്കമണി, മഹാകവി ഉള്ളൂരിൻ്റെ കൊച്ചുമകളാണ്. മഹാകവിയുടെ കൊച്ചുമകളാണ് ഡോക്ടർ തങ്കമണി. മെറിറ്റ് അനുസരിച്ചല്ലാതെ ബയോടെക്നോളജി പ്രവേശനം നൽകില്ലെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തീയിട്ടു. SFIക്കാർ. അതായത് 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നത് 18 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. തീയിട്ടു എന്ന് മാത്രമല്ല, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ലാബ് ഉൽപ്പന്നങ്ങളും നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പറഞ്ഞത് കൃത്രിമമായി ലാബിലേക്ക് സാധനങ്ങൾ വാങ്ങുകയും അതിന് കണക്കില്ലാത്തതുകൊണ്ട് ബോധപൂർവം തീയിട്ട് നശിപ്പിച്ചു എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് അന്വേഷണത്തിൻ്റെ കമ്മിറ്റിയെ നിയോഗിച്ചു. സിൻഡിക്കേറ്റ് വിധി എഴുതി ഡോക്ടർ തങ്കമണിയെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ. സർവീസിനെ ഡിസ്മിസ് ചെയ്തു. അന്ന് ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് എല്ലാം ഇടതുപക്ഷമാണ്. കാരണം അന്ന് അച്യുതാനന്ദൻ ഭരിക്കുന്ന അവസരമാണ്. ആ അവസരത്തിലാണ് ചിലപ്പോൾ സുമേഷ് ഓർമ്മ കാണും, കേരളത്തിലല്ല ഇന്ത്യയെ ഞെട്ടിച്ചതാണ് 50,000 ഉത്തരക്കടലാസ് നശിപ്പിച്ചതിന് ശേഷം അസിസ്റ്റൻറ്റുമാരെ നിയമിച്ചത്. അസിസ്റ്റൻ്റ് കുംഭകോണം
അതാണ് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോഴത്തേക്കും എല്ലാ അനധ്യാപക നിയമനവും PSC വിടാൻ നിമിത്തമായത്. അപ്പോൾ എന്ത് അക്രമങ്ങളും കാണിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെയുള്ള ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പ്രഗത്ഭയായ ആ പ്രൊഫസറെ ഡിസ്മിസ് ചെയ്തു. സർവകലാശാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫസർ ഡിസ്മിസ് ചെയ്തത്. നിമിത്തം എന്താ? ഒരു SFIക്കാരന് പ്രവേശനം കൊടുത്തില്ല. മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നു. കാരണം SFI പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പ്രവേശനം കൊടുക്കും, MSc കൊടുക്കും, PhD എടുക്കാമല്ലോ. അവസാനം വാഴക്കൊല PhDയിൽ വരെ നമ്മുടെ സർവകലാശാല എത്തിയില്ലേ? അപ്പോൾ അത് പക്ഷേ 4 കൊല്ലത്തെ നിരന്തരമായ കോടതി വ്യവഹാരത്തിന് ശേഷം മുൻകാല പ്രാബല്യത്തോടുകൂടി ഡോക്ടർ സിസാർ തോമസ് സർവകലാശാല തിരിച്ചു ഡോക്ടർ തങ്കമണി തിരിച്ചു വന്നു. ഇത് ഒരു ചരിത്രമാണ്. അത് കഴിയട്ടെ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ നടന്ന എന്താ? ഡോക്ടർ സരസ്വതിൻ്റെ കുഴിമാട ഒതുക്കിയില്ലേ? 2018 മഹാരാജാസ് കോളേജിലെ ഡോക്ടർ ബീനയുടെ കസേര പോർട്ടുകൾ തീയിട്ടില്ലേ പ്രതീകാത്മകമായി? ഇതൊക്കെ നടന്നിട്ട് ഇതിനെല്ലാം നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബേബി പറഞ്ഞതെന്താ? അത് ആർട്ട് ഇൻസ്റ്റലേഷനാണ്. കുട്ടികളുടെ വികാരം അവരെ സിംബോളിക്കായിട്ട് പ്രകടിപ്പിച്ചാണ്. അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഇന്നത്തെ CPMൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ബേബി പരസ്യമായി പറയുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ഇതിന് പ്രോത്സാഹനം നൽകുന്നത്? തീർച്ചയായിട്ടും ഇതെല്ലാം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അക്രമം കാണിക്കുന്നതിനുള്ള പ്രോത്സാഹനമാണ്. അത് കഴിഞ്ഞു നമ്മുടെ കേരള സർവകലാശാല ഡോക്ടർ വിജയലക്ഷ്മി. വിജയലക്ഷ്മിയെ അവരെ വേറൊന്നും പറഞ്ഞില്ല. അവരെ സ്റ്റുഡൻറ്റ് സർവീസിൻ്റെ ഡയറക്ടറായിരുന്നപ്പോൾ മുൻകാലങ്ങളിൽ വാങ്ങിച്ച പണത്തിൻ്റെ കണക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൂടെ? അവർ ഒരു ഉദ്യോഗസ്ഥയല്ലേ, അവർക്ക് റിട്ടയർമെൻറ്റിന് ലയബിലിറ്റി വരില്ലേ? അത് ചോദിച്ചതിൻ്റെ പേരിൽ നമ്മുടെ അന്ന് സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ഇന്നത്തെ രാജ്യസഭയുടെ മെമ്പറായ A.A. റഹീമിൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ വന്നാണ് അവരെ പീഡിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ ഇന്നും കാണുമ്പോൾ ഇന്നുകൊണ്ട് അവരെ മുടിയിൽ പിടിച്ചു വലിച്ചു, അവരെ ദേഹത്ത് മുഴുവൻ പേനയിട്ട് കുത്തി, അവരെ ബ്ലൗസ് അടിച്ചു കയറി, എന്തെല്ലാം പീഡിപ്പിച്ചു. അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത, ടോയ്ലറ്റിൽ പോലും പോകാത്ത രീതിയിൽ അവരെ അവിടെ തളച്ചിട്ടു. ഇതിനെതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കേസൊന്നും ആയിട്ടില്ല. അല്ല, ഇപ്പോൾ UDF സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നത്. ഈ കേസ് സംഭവം നടന്നിട്ട് എനിക്ക് തോന്നുന്നു 6-7 വർഷങ്ങളായി. ഈ 6-7 വർഷം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ ഇപ്പോൾ പിന്നീട് രാജ്യസഭ MP ആയി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയോട് ജനാധിപത്യ വ്യവസ്ഥയോട് എന്ത് പറയാനാ? ഇതാണ് നമ്മുടെ ജനാധിപത്യം. അതെ. അപ്പോൾ UDF സർക്കാർ വരുമ്പോഴെങ്കിലും ഇനി അതിനൊരു മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കേസൊന്ന് ദ്രുതഗതിയിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? എനിക്കറിയില്ല. UDF സർക്കാർ വരുമ്പോഴേക്കും ഇതെല്ലാം അന്വേഷണങ്ങളെല്ലാം മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ചയും അവരുടെ ഡോമിനേഷൻ കുറയുന്നില്ല. ഇവിടെ ഈ LDF അല്ലെങ്കിൽ SFIക്ക് വേണ്ട പരവതാനി വിളിച്ചു കൊടുത്തില്ലെങ്കിലും അവർക്ക് വേണ്ട ഒരു സാഹചര്യം UDF കാലത്ത് ഉണ്ടായി കൊടുക്കുന്നതാണ് ഇവരുടെ അപ്രമാദത്തിന് കാരണം. അവരെ ഭയക്കുന്നതാണോ അതോ അവർ ഇവിടെ അക്രമങ്ങൾ കാണിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അവരോട് ഒരു സോഫ്റ്റ് അപ്രോച്ച് UDFൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അല്ല സാർ, അതിപ്പോൾ ഈ 4 പേർ ഈ സിസാർ തോമസിൻ്റെ കുഴിമാടം അവരുടെ ശവമടക്ക് നടത്തിയ ഒരു സമരത്തുമായി ബന്ധപ്പെട്ട് 4 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും അതിനു മുമ്പും ഇവർ നടത്തുന്ന ഒരു സമരം അത് വളരെ അക്രമാസക്തമായി പോവുകയാണ്. അവിടെ സർക്കാർ ഒരു കർശന നിലപാടെടുത്താൽ, അതായത് പോലീസുകാരെ പോലും വെല്ലുവിളിക്കുന്നു, അവരുടെ മുഖത്ത് നോക്കി അസഭ്യം പറയുന്നു. ഇതൊക്കെ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും പ്രതിഷേധത്തിനും ഒരു അതിർവരമ്പുണ്ട്. അത് ഭേദിക്കുമ്പോൾ അത് കർശനമായിട്ടുള്ളൊരു നിലപാട് സർക്കാരും ആഭ്യന്തര വകുപ്പും എടുത്താൽ ഇതിനൊരു അറുതി വരില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ SFIയോട് ഒരു മൃദു സമീപനം UDF കൈ എടുക്കുന്നുണ്ട്. അതാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു വിജയത്തിന് കാരണം. ഇത് വാസ്തവത്തിൽ സംസ്കൃത സർവകലാശാല നടന്നത് എന്താ? ഡോക്ടർ സിസാർ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇപ്പോഴുള്ള വൈസ് ചാൻസലർമാരിൽ ഏറ്റവും പ്രഗത്ഭയായ വൈസ് ചാൻസലർ. അത് അക്കാഡമിക്കുമാണ്, അഡ്മിനിസ്ട്രേഷനിലും. രണ്ടിലും പ്രഗത്ഭയായ ഒരു വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഡോക്ടർ സിസാർ തോമസ്. അവർക്ക് ഗവർണർ താൽക്കാലിക ചാർജാണ് കൊടുത്തേക്കുന്നത് സംസ്കൃത സർവകലാശാലയിൽ. അവിടെ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്തു. ആ സർവകലാശാല എന്ന് പറയുന്നത്
ഒരു തട്ടിപ്പ് കേന്ദ്രമാണ്. കഴിഞ്ഞ 10-15 വർഷമായി SFIയുടെ അപ്രമാദിത്വമാണ്. അവിടെ ഒരു മാർക്കും കറക്റ്റായിട്ട് എൻട്രി ചെയ്തിട്ടില്ല. തോറ്റ കുട്ടികളേക്കെല്ലാം MAക്ക് അഡ്മിഷൻ BAക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, MAക്ക് അഡ്മിഷൻ കൊടുക്കുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, PhD കൊടുക്കുന്നു. ഇത് നടക്കുന്ന സത്യത്തിൽ കേരളത്തിലെ വ്യാജ സർവകലാശാല ഏതെന്ന് കേട്ടാൽ സർക്കാർ ഉടമസ്ഥയിലുള്ള സർവകലാശാലയാണ് നാം ലോകമാരാധിക്കുന്ന ശ്രീ ശങ്കരാചാര്യരുടെ പേരിലുള്ള സംസ്കൃത സർവകലാശാല. ആ സർവകലാശാലയിൽ ആകെ 1400 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. 480 അധ്യാപകർ. 1400 വിദ്യാർത്ഥികൾക്ക് 480 അധ്യാപകർ. ഇപ്പോഴെന്താ, സിസ തോമസ് ഗവൺമെൻറ് ഓഡിറ്ററുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ എണ്ണം കട്ട് ഔട്ട് ചെയ്തു. ശരാശരി ഒരു 4 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ. 4 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ. ആ കുട്ടികളായിരുന്നതിനോട് പഠിക്കാൻ വരുന്നില്ല. സംസ്കൃതം പഠിക്കാൻ എത്ര വിദ്യാർത്ഥികളുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുക. പഠിക്കുന്ന സംസ്കൃത വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും സംസ്കൃതത്തിൽ ഭാഷ എഴുതാനറിയില്ല. മലയാളത്തിലാണ് സംസ്കൃതം എഴുതുന്നത്. വിശ്വസിക്കുമോ? മലയാളത്തിൽ സംസ്കൃതം എഴുതുന്ന അധ്യാപകർ, സംസ്കൃതം വായിച്ചാൽ മനസ്സിലാകാത്ത അധ്യാപകർ, പിന്നെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താ? പക്ഷേ അവരും വാങ്ങിക്കുന്നുണ്ട് PhD ഡിഗ്രി. PhD അവർക്ക് കിട്ടുന്നതിന് യാതൊരു പോലെ. അങ്ങനെ അവിടെ നിന്നും MA പാസ്സായ സംസ്കൃതം എന്തെന്നറിയില്ലാത്ത ഒരു വിദ്യാർത്ഥി കേരള സർവകലാശാലയിൽ വന്ന് PhD എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെയുള്ള ഡോക്ടർ വിജയകുമാരി പറഞ്ഞു, സംസ്കൃതത്തിൽ 2 സെൻറ്റൻസ് എങ്കിലും പറയുന്നെങ്കിൽ മാത്രം PhD കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത് ഇന്ന് വിവാദമായി. അവരെ പട്ടികജാതി പീഡനത്തിൻ്റെ പേരിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന രീതിയിൽ അവരിപ്പോൾ ജാമ്യത്തിലാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അവർ മസിഡ് പവറിലൂടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുക, മസിഡ് പവറിലൂടെ PhD വരെ നേടുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ വളരെ പ്രധാനം, ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീയുടെ പുറത്ത് മാത്രമേ ആക്രമണമുള്ളൂ. ഈ ആക്രമിച്ചിരിക്കുന്ന മുഴുവനും സ്ത്രീകളെയാണ്. അതാണ്. അപ്പം നമ്മുടെ ഭാരത സംസ്കാരം എന്താ? ഭാരതമെന്ന് പറയുന്ന നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, സ്ത്രീകളെ ആണ് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന, ആദരിക്കുന്നത്. അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഭാരതത്തിൻ്റെ ദൈവങ്ങളേതാണ്? കൂടുതലും സ്ത്രീകളാണ്. അതെ. അപ്പം ആ സ്ത്രീയോടുള്ള ബഹുമാനം ഭാരതത്തിനുണ്ടെങ്കിൽ അത് ഇല്ലാത്തത് വിദേശ രാജ്യങ്ങൾക്കാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം പുരുഷനാണ്, അച്ഛനാണ്, പിതാവിനാണ്. ഇവിടെ മാതാവും അവിടെ പിതാവും. അതുകൊണ്ടാണ് അന്യ രാജ്യത്തെ സിദ്ധാന്തമാണ് ഇവിടെ CPM കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ CPMന് സ്ത്രീകളെ കണ്ടുള്ള, സ്ത്രീകളോട് അവർക്ക് വെറുപ്പാണ്. ഇന്നലെ തന്നെ DYFIയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ക്യാബറെ വേദിയിൽ കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് വ്യാജമായി ആരെങ്കിലും നിർമ്മിച്ചതായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സത്യമാണ്. കാരണം ഈ സ്വാതന്ത്ര്യാനന്തര കാലത്തിന് മുമ്പ് സ്ത്രീകൾ ഇന്ത്യയിൽ അനുഭവിച്ചിരുന്ന ആ ദുരവസ്ഥയെ തുറന്നു കാണിക്കാനാണ് അത്രേ ഈ ഒരു ക്യാബറെ അവിടെ നടത്തിയത്. ഇപ്പോൾ എത്രമാത്രം അധപതിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പുതിയ തലമുറ കണ്ടുപഠിക്കുന്നത്. ഇത് വാസ്തവത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ഇരിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഇന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിലെ വെള്ളിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPM. പക്ഷേ CPM എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ക്യാൻസറാണ്. അതെ, അത് എല്ലായിടവും ഉണ്ട്. രാജ്യം മുഴുവനും ആ ക്യാൻസറുണ്ട്. അത് താരതമ്യേന കൂടുതൽ കേരളത്തിൽ അടഞ്ഞേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും പ്രകൃതി അനുഗ്രഹിച്ചു എന്ന നമ്മുടെ സംസ്ഥാനം, ഇത്രയും ബൗദ്ധിക പ്രതിഭകളുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് CPMൻ്റെ വളർച്ചയാണ്. ഇതിനെ നിയന്ത്രിക്കാൻ ദൗർഭാഗ്യവശാൽ നമ്മുടെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കഴിയുന്നില്ല എന്നുള്ളൊരു വേദനയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ തലമുറയുടെ കുട്ടികൾ കേരളം വിട്ടു പോകുന്നത്. വാസ്തവത്തിൽ കുറേ കുട്ടികൾ വിദേശത്ത് പോകുന്നുണ്ട്. അവർക്ക് വിദേശത്ത് പോവുക, അവിടെ ജോലി വാങ്ങുക, അവിടെ കഴിയുക എന്നുള്ള ഉദ്ദേശം. കേരളത്തിൽ വരാൻ താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെക്കാളും കുറഞ്ഞ സൗകര്യങ്ങളുള്ള തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കോളേജിലേക്ക് പോലും കുട്ടികൾ പലായനം ചെയ്യുന്നു. അതെ, കാരണം അവിടെ പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. കുട്ടികൾക്ക് സമാധാനമായി പഠിക്കാം. ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തത് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഈ
CPM ആണ്. അല്ല, ഇന്നലെ വളരെ കൗതുകകരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത സാറും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ ഒരു CPI-കാരുടെയും CPM-കാരുടെയും ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെന്ന് അവിടുത്തെ തഹസീൽദാർ കീഴുദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായിട്ടൊരു വാർത്ത കണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് തക്കതായ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അദ്ദേഹം അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതിന് കാരണം വളരെ വളരെ സീരിയസാണ്. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു നീരാളി പിടുത്തം ഉണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നശിക്കുന്നത് കേരളമാണ്. പക്ഷേ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ഇത് ഓടില്ല. പക്ഷേ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയട്ടെ. JNUവിൻ്റെ അവസ്ഥ എന്താ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സ്ഥാപിച്ചതാണ്. പക്ഷേ അവിടെ മെജോറിറ്റി SFIക്കാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളായി SFIയുടെ ഒരു വലിയ ഗുണമുള്ളത്, അവർ വളരെ തന്ത്രപൂർവ്വം ആരെങ്കിലും ഒരാൾ അധ്യാപകനായിട്ട് കയറിയാൽ അടുത്ത് വരുന്ന അധ്യാപകർ മുഴുവനും ആ CPM വിശ്വാസികളായിരിക്കും. അവരാ രീതിയിലാണ് സ്കീം ചെയ്യുന്നത്. കോൺഗ്രസ് ഗവൺമെൻറ് ഇതിനകത്ത് ശ്രദ്ധ വച്ചിരുന്നില്ല. യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ അവിടെ വിദ്യാർത്ഥികളായിരുന്നു. യെച്ചൂരിയെ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിക്ക് ഉൾപ്പെടെ വളരെ വാത്സല്യമായിരുന്നു. കാരണം വാത്സല്യം കൊണ്ട് അവർ പറയുന്ന ആശയങ്ങളൊന്നും പുരോഗമനമാണ് എന്ന് നമ്മുടെ പല നേതാക്കന്മാരും തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലും ഒരു പുരോഗമനമല്ല. ജനങ്ങളെ പറ്റിക്കുന്ന നമ്മുടെ രാജീവ് പ്രസംഗിക്കുന്നവരെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ മെച്ചമായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ നേതാക്കൾ പോലും കണ്ടതുകൊണ്ടാണ് ഇവർക്കെല്ലാം JNUവിൽ അഡ്മിഷൻ കിട്ടി. ഇന്ന് ആ സർവകലാശാലയിൽ പൂർണ്ണമായും CPM-ൻ്റെയും SFIയുടെയും പിടിയിലമർന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ. ഇപ്പോൾ അതിൻ്റെ റിവേഴ്സാണ് നടക്കുന്നത്. അതും കൂടെ ഞാൻ പറയാം. അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. യൂണിവേഴ്സിറ്റി രാഷ്ട്രീയത്തിന് അധികം വേണം. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണം, വ്യത്യസ്ത രാഷ്ട്രീയം വേണം. കാരണം വിദ്യാർത്ഥികൾ വോട്ടവകാശമുള്ളവരാണ്. പക്ഷേ അന്ധമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായി ഒരു ക്യാമ്പസ് മാറാൻ പാടില്ല. ഇപ്പോൾ എന്താ BJP അതിൻ്റെ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അവർ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ 450ഓളം 600ഓളം പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അധ്യാപകരെ നിയമിച്ചു. മറ്റവരെല്ലാം ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJP അനുഭാവികളാണ്. 2018 UGC റെഗുലേഷൻ കൊണ്ടുവന്ന് തന്നെ ഇൻ്റർവ്യൂവിലൂടെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അധ്യാപകരാക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ 2010 റെഗുലേഷൻ ഒരു അധ്യാപകനെ നിയമിക്കണമെങ്കിൽ അയാളുടെ അക്കാഡമിക് കരിയർ, അയാളുടെ പബ്ലിക്കേഷൻ, അയാളുടെ ഒരു എക്സ്പീരിയൻസ്, അയാളുടെ JRF, അയാളുടെ NET, നെറ്റ് തുടങ്ങിയതെല്ലാം എടുത്തതിന് ശേഷം സ്കോർ ഇട്ടാണ് മാർക്കിടുന്നെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ തീരുമാനം, അവരെല്ലാവരും കട്ട് ഓഫ് മാർക്ക് വെച്ച് എലിജിബിളാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം കൊടുക്കാമെന്നുള്ള നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം JNU ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ BJP ഉദ്ദേശിക്കുന്ന ആൾക്കാർ വരും. പക്ഷേ വന്നുകൊണ്ടൊരു ഗുണമുണ്ടായി. അതോടുകൂടി JNUവിൽ ബാലൻസ്ഡായി. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വലിയ സമരങ്ങളും പ്രശ്നങ്ങളും ഇല്ല. അപ്പം ഞാൻ പറയുന്നത് CPM-ന് ആ രീതിയിൽ തളച്ചില്ലെങ്കിൽ CPM ഇന്ന് കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് ഒരു ബാധ്യതയായി മാറും. അത് അവരെ പുറത്ത് കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് നമ്മുടെ SFI ആയിട്ട് വരുന്നത്. സാർ, എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്? ഇപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ പോലും അത് നിയന്ത്രിക്കത്തക്ക വിധത്തിൽ ആയിട്ടില്ല. അല്ല, അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. കാരണം അവരുടെ ഒരു ശക്തി, CPM-ൻ്റെ ശക്തിയാണ് SFI എന്ന് അവർക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, യൂണിവേഴ്സിറ്റി കോളേജിൽ അന്ന് ആ കത്തിക്കുത്ത് നടക്കായിരുന്നെങ്കിൽ ആ PhD റാങ്ക് പൊട്ടിക്ക് വരികയും അവരെല്ലാവരും ഇന്നിവിടുത്തെ SIമാരായി സർവീസിൽ കയറി ഇപ്പോൾ SIO CIO ഒക്കെ സംശയമില്ല. അതുമായിട്ട് അവിടെയുള്ള ഒരു വിഭാഗം ആ പാർട്ടിയിലുള്ളവർക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയില്ല. അതോടുകൂടി ഉണ്ടായ ഒരു അസ്വാരസ്യമാണ് കത്തിക്കുത്തി കലാശിച്ചത്. നമ്മൾ അതുവരെ PhD നിയമനങ്ങളും പോലീസ് നിയമനവും എല്ലാം സ്വതന്ത്രമാണെന്ന് കരുതി. അല്ല എന്ന് അന്നുകൊണ്ട് മനസ്സിലായി. അപ്പോൾ കയറിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം പോലീസുകാർ ഇതുപോലെ കയറിയിരിക്കാം? അതെ അതെ. അല്ല, അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പിണറായി വിജയൻ്റെ ഭരണത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളിലും തീർച്ചയായിട്ടും പാർട്ടിക്കാരെ പോലെ പോലീസ് പ്രവർത്തിക്കുന്ന ആണ്. ഒരു PSC ആ രീതിയിലായില്ലേ? PSC നടക്കുന്ന PSCയിലേക്ക് ഞാൻ ചോദിക്കട്ടെ, PSC എന്ന് പറയുന്നത് അവിടെ നമ്മളെല്ലാം പറയുന്നത് എന്താ? നിയമനങ്ങൾ PSCക്ക് വിടണം, നിഷ്പക്ഷമായി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കണമെന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും.
തീർച്ചയായിട്ടും സർവകലാശാല മാത്രമല്ല എല്ലാ പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളതിൻ്റെ നിയമനങ്ങൾ PSC വിടണമെന്ന് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുക. കാര്യം അതാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി എന്ന വൈപ്പ്. പക്ഷേ അതിൻ്റെ സ്ഥിതി എന്താ? ഇന്ന് PSCയിലെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ 100% ശരിയാണ്. കാര്യം ചിലപ്പോൾ താഴെത്തട്ടിലെ ലോഡ് ഡിവിഷൻ ക്ലാർക്കിൻ്റെയോ മറ്റ് അസിസ്റ്റൻ്റുമാരുടെയോ അല്ല ഡ്രൈവേഴ്സും പിയൂൺസും തുടങ്ങിയവരുടെ നിയമനങ്ങൾ ടെസ്റ്റ് അനുസരിച്ച് നടന്നാലും സെലക്റ്റീവ് പോസ്റ്റുകൾ ഗസറ്റഡ് പോസ്റ്റുകളിലാണ് ഈ ക്രമക്കേട് മുഴുവൻ നടക്കുന്നത്. അത് നടക്കുന്നത് നിയന്ത്രിക്കുന്നത് അതാണ്. അതെ. ഇപ്പോൾ അടുത്ത കാലത്ത് അറിയാമല്ലോ ഈ ഏറ്റവും വലിയ വിവാദമായ പ്ലാനിംഗ് ബോർഡിലെ നിയമനം. KS എന്ന് പറയുന്നത് നിഷ്പക്ഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കുറേ പേര് മെജോറിറ്റി നിഷ്പക്ഷമായിട്ട് കയറിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ നമ്മുടെ നേതാക്കന്മാരുടെ ഭാര്യമാർ കടന്നു വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഭാവിയിൽ സ്പെഷ്യൽ സെക്രട്ടറിമാരും നമ്മുടെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥന്മാരായി മാറുമെന്നുള്ള സംശയം വേണ്ട. അവരുടെ പാർട്ടിയോട് തീർച്ചയായിട്ടും അവർ പാർട്ടിയോട് കൂടും കാണിക്കും. അപ്പോൾ KSൻ്റെ ആവട്ടെ ഈ അടുത്ത കാലത്ത് നടന്ന ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന 43 പേരെ നിയമിച്ചു. അതായത് നമ്മുടെ ഫിഷറീസ് ഡയറക്ടറേറ്റിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഗസറ്റഡ് പോസ്റ്റാണ്. ഫിഷറീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന PG കഴിഞ്ഞ 38 വിദ്യാർത്ഥികൾ PSC റാങ്ക് കിട്ടിയതിൽ വന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയത് മുഴുവനും അവിടെയുള്ള അധ്യാപകരാണ്. ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയുള്ള അധ്യാപകരാണ്. തീർച്ചയായിട്ടും ചോദ്യം പറഞ്ഞു കൊടുക്കുന്നു. PSCയുടെ ഈ പുതിയ ചെയർമാൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അഴിമതി കാണിച്ചിരിക്കുന്നത് ഈ ചെയർമാനാണ്. ആദ്യം നടപടി എടുക്കേണ്ടതും പുറത്താക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഇപ്പോഴത്തെ ചെയർമാൻ ബൈജുവിനെയാണ്. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകനായി. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ്. അങ്ങനെ അദ്ദേഹം PSC മെമ്പറായി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം PSC മെമ്പറായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണെന്നും എല്ലാ കൃത്രിമവും പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ആളാണെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ ചെയർമാനാക്കി. പിണറായി വിജയൻ വളരെ സ്കീംഡ് പ്രോഗ്രാം നടത്തുന്നതിൽ വിദഗ്ധനാണ്. അതായത് നമ്മുടെ വാസു കമ്മീഷണറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ മെച്ചമാണെന്ന് അദ്ദേഹം കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രസിഡൻ്റാക്കി. അതോടുകൂടി നമ്മുടെ ശബരിമല സ്വർണം മുഴുവൻ പുറത്തായി. അതുപോലെ PSCയിലെ നിയമനങ്ങൾ വളരെ ആസൂത്രിതമായി തട്ടിക്കാൻ ബുദ്ധിമാൻ ഇദ്ദേഹമാണെന്ന് കണ്ടാണ് അയാളെ പ്രതീക്ഷിച്ചു. അയാൾ ചെയർമാനാണ്. യഥാർത്ഥത്തിൽ സാർ ഈ PSC പോലെയുള്ള ഒരു സംവിധാനത്തിന് രാഷ്ട്രീയ നിയമനങ്ങൾ ഒരു തരത്തിൽ ദോഷം ചെയ്യില്ല. യഥാർത്ഥത്തിൽ അതിനൊരു മാറ്റം വരെ ഒരു തരത്തിലല്ല. PSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഏറ്റവും സത്യസന്ധനും ഇൻറ്റഗ്രിറ്റിയുമുള്ള ആളായിരിക്കണം. കാരണം PSCയുടെ ചോദ്യക്കടലാസ് തയ്യാറാക്കേണ്ട ചോദ്യകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ചെയർമാനാണ്. ചെയർമാൻ്റെ അധികാരപരിധിപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാം ആരാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യേണ്ടതെന്ന്. അത് അദ്ദേഹം കൈമാറുന്നത് പരീക്ഷാ കൺട്രോളർക്കാണ്. അപ്പോൾ പരീക്ഷാ കൺട്രോളറും ചെയർമാനും മാത്രമേ അറിയുന്നുള്ളൂ ആരാണ് ക്വസ്റ്റ്യൻ സെറ്റേഴ്സ് എന്ന്. ചില പരീക്ഷകൾക്ക് അവർ 3 എക്സാമിനേഴ്സിൻ്റെ പേര് കൊടുക്കും. അവർ ക്വസ്റ്റ്യൻ സെറ്റേഴ്സിൻ്റെ പേര് കൊടുക്കും. കൺട്രോളർ അവർക്ക് കത്തയക്കുന്നു, സെറ്റ് ചെയ്ത് വരുന്നു. ആ 3-ൽ ഒരെണ്ണം പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ചിലപ്പോൾ ഒരു സെറ്റേ വരുള്ളൂ. ഈ 3 പേരാരാണെന്ന് അറിയാവുന്നുള്ളത് 2 പേരാണ്, ചെയർമാനും കൺട്രോളറും. അവരിൽ ആരെങ്കിലും വിചാരിച്ച് പറഞ്ഞു കൊടുത്താൽ മതി, അത്യാവശ്യമുള്ളവർക്ക് മുഴുവൻ ചോദിച്ചു. അങ്ങനെ ചോദ്യം ചോദിച്ചു കൊടുത്താണ് ഇപ്പോൾ നടന്ന ഉയർന്ന തസ്തികകളിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരുടെ നിയമനം, PRDയുടെ നിയമനം, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ നിയമനം, എല്ലാ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉയർന്ന തസ്തികകൾക്കും ലോക്ക് കോളേജിൽ അടുത്ത കാലം നടത്തിയ നിയമനം, ഇതിലെല്ലാത്തിലും വ്യക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. പൂർണ്ണമായുമല്ല, അത്യാവശ്യം വേണ്ട ആൾക്കാരെ അവരതിനകത്ത് തിരികെ കയറ്റുന്നുണ്ട്. അവർ എന്നും പാർട്ടിക്ക് വിധേയമായിരിക്കും, പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതാണ് അതുകൊണ്ടാണ് സുമേഷ് പറഞ്ഞതിൻ്റെ ഉത്തരം പറയട്ടെ. PSCയിലേക്കുള്ള നിയമനം, PSC ചെയർമാൻ്റെയും PSCയിലെ മെമ്പേഴ്സിൻ്റെയും ശമ്പളം തന്നെ അറിയാമല്ലോ. ഗവർണറെക്കാളും കൂടുതലാണ് ശമ്പളം. ഇന്ന് സെക്രട്ടറിക്കുള്ളതിനേക്കാളും ഗവർണർക്കുള്ളതിനേക്കാളും ശമ്പളം കൂടുതലാണ് PSC മെമ്പർക്കും ചെയർമാനും. 6 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ പെൻഷനാണ്. ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുമെന്ന് മാത്രമല്ല, അവർക്കും കുടുംബത്തിനും മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി നിയമിക്കുന്നതിന് പകരം അവിടെ പഴയ കാലത്തുണ്ടാക്കിയ നിയമത്തിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. കാര്യം അവർ യോഗ്യതയെ പഴയ കാലത്ത് നിയമിച്ചിരുന്നുള്ളൂ ഭരണാധികാരികൾ.
അത് മാറ്റിയിട്ട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള PSC എന്ന് കേട്ടാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കൊച്ചു കേരളത്തിലാണ്. അതാണ് ഏറ്റവും ഇന്ന് കേന്ദ്രത്തിലെ UPSC പോലും വിരലിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. അതെ. അപ്പോൾ അതിന് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് മുഴുവൻ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല, അറിയാമല്ലോ. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. നിയമനങ്ങൾ നടത്തുന്ന ഈ വേണ്ടപ്പെട്ടവരുടെ നിയമനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, ബാക്കി നിയമനങ്ങളൊന്നും നടക്കുന്നില്ല. ബാക്കി റാങ്ക് പട്ടിക തയ്യാറാക്കും, കോളേജ് അധ്യാപകന്മാരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി. ചില ഡിപ്പാർട്ട്മെൻറ്റ് 4-5 പേരെ നിയമിക്കും, ചിലടത്ത് ആരെയും നിയമിച്ചിട്ടില്ല. അപ്പോൾ വേണ്ടപ്പെട്ടവരെ നിയമിക്കാനുള്ള ഒരു വേദിയായി CPM PSC മാറ്റിയിരിക്കുന്നു. അതിൽ CPMൻ്റെ റോള് SFIയുടെ റോള് വളരെ വലുതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. SFIയുടെ നേതാവ് പിന്നീട് എറണാകുളം DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന പ്രിൻസി കുര്യാക്കോസ് 10-32 വയസ്സായ പെൺകുട്ടിയാണ്. അതിന്ന് PSC മെമ്പറാണ്. 6 വർഷം കഴിയുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ 1.5 ലക്ഷം രൂപ പെൻഷൻ വാങ്ങിക്കുകയാണ്. ഇത് സംസ്കൃത സർവകലാശാലയുടെ പ്രോഡക്റ്റാണ്, എടുത്തു പറയാം. സംസ്കൃത സർവകലാശാലയുടെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയാമല്ലോ അവരുടെ ഡോക്ടറേറ്റ് എന്താണെന്ന് അറിയാമല്ലോ. ശങ്കരാചാര്യരെ കുറിച്ചാണ് തീസിലെങ്കിൽ ശങ്കരാചാര്യർ ജനിച്ചത് 18-ാം നൂറ്റാണ്ടിലാണെന്നാണ് തീസിൽ എഴുതിയിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ജന്മകാലഘട്ടം 8-ാം നൂറ്റാണ്ടാണോ 9-ാം നൂറ്റാണ്ടാണോ തർക്കം നടക്കുന്ന അവസരത്തിലും 18-ാം നൂറ്റാണ്ടാണ് ശങ്കരാചാര്യരുടെ ജീവിത കാലഘട്ടം പോലും അറിയാത്തവരാണ് സംസ്കൃത സർവകലാശാല PhD എടുക്കുന്നു. അയാളാണ് PSC മെമ്പർ. ഈ ഇൻ്റർവ്യൂ ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആളാണ്. PSCയുടെ ലോവർ ഡിവിഷൻ ടെസ്റ്റ് ചെയ്യാൽ ഈ പ്രിൻസി കുര്യാക്കോസ് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. സാർ, ഇപ്പോൾ ഈ പ്രിൻസി കുര്യാക്കോസ് ആയിരുന്നാലും ചിന്താ ജെറോമായിരുന്നാലും അവർ തെറ്റ് വരുത്തിയെങ്കിൽ തന്നെ അത് പല പ്രോസസ്സിങ്ങിലും കൂടെ കടന്നു പോകേണ്ടതാണ്. ഗൈഡും അതുപോലെയുള്ള പല ആൾക്കാരുടെ വഴി കടന്നു പോകുന്നത്. അവരും ഇതൊന്നും കണ്ടില്ല എന്ന് വരിക്കുമ്പോൾ അവരുടെ ഒരു നിലവാരവും നമുക്കത് അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ ചിന്താ ജെറോമിൻ്റെ അതോടുകൂടി അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അല്ലെങ്കിൽ ഇതിനകം അദ്ദേഹം ഡോക്ടർ റഹീമായി മാറുമായിരുന്നു. ഭാഗ്യവശാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം MP ആയിരിക്കുമ്പോൾ പാർട്ട് ടൈമായിട്ട് MG സർവകലാശാലയിൽ PhD എടുത്തു. എങ്ങനെ PhD എടുത്തു എന്ന് ഞാൻ പറയണ്ടല്ലോ. ഞാൻ SFIയിൽ ചേർന്നു. എന്താണ് അത്? വേറൊന്നുമല്ല, SFI ചേർന്നാൽ സമരത്തിനൊക്കെ വന്നാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടും. കൃത്യമാണ്. കേരളം നന്നാവണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കൾ നന്നാകണമെന്നുണ്ടെങ്കിൽ CPM വിചാരിച്ചാൽ മാത്രം മതി.